ഹലോ എല്ലാവർക്കും 1 2 3 കുമാർ അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് ശൈലജ ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. ശൈലജ ടീച്ചർ നമ്മുടെ വീട്ടിലെടുത്ത് വന്നൊരു സംഭവത്തിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ കാണുകയും വ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ അതിന് നല്ല കമൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ് അതിലിങ്ങനെ പറയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞാനും അങ്ങനെ ചിന്തിച്ചു പോയി. കാരണം ഞാനൊക്കെ ഈ പൊളിറ്റിക്കലായിട്ടൊന്നും അത്ര കൂടുതലായിട്ടൊന്നും പരിചയം, ജസ്റ്റ് ശൈലജ ടീച്ചർ നമ്മൾ വീട്ടിൽ നട്ടപ്പുറത്ത് വന്നപ്പോഴത്തെ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ വന്ന കുറേ കമൻറ്റ് ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ എനിക്കൊരു മറുപടി ആരോടും കമൻറ്റിൽ കൊടുക്കാൻ സത്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും റിപ്ലൈ തരാൻ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. എന്താ പറയുക, ഒരു ടീച്ചർ തന്നെ ചെയ്ത ഒരു ടീച്ചർ ചെയ്ത ഒരു വീഡിയോസിലുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്നത് പോലെ കോമൺ ആയിട്ട് ടീച്ചർ ശരിക്കും എൻ്റെ കമൻസിലൊക്കെ ഉള്ളതുപോലെ ശൈലജ ടീച്ചർ ഓരോ വീഡിയോസിനൊക്കെ അടിയിൽ കമൻസിലും ഇങ്ങനെ ഇടുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കാം. PP കിറ്റ് വിറ്റു, അങ്ങനെ PP കിറ്റ് 1500, അങ്ങനെ കുറേ കമൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇത് ഈ കളവ് ജനങ്ങൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കോവിഡ് കള്ളി എന്നൊക്കെ വിളിക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ PP കിറ്റ് മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത 2 മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് വില വളരെ കൂടുതലാണ്. ഈ PP കിറ്റ് വാങ്ങി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുത്തില്ലെങ്കിൽ രോഗം ഉള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് രോഗം വന്നിട്ട് അവർ മരിച്ചു പോകും. അപ്പം മാർക്കറ്റിൽ ഗുണനിലവാരമുള്ള PP കിറ്റിന് 1500 രൂപയാണ്. ആ 1500 രൂപ കൊടുത്ത് ഞങ്ങൾ 1 ലക്ഷം കിട്ടുമോ നോക്കിയിരുന്നു കിറ്റ്. പക്ഷെ കിട്ടാനില്ല കമ്പനിയുടെ കയ്യിൽ. 50,000 ഓർഡർ ചെയ്തിട്ട് 15,000 കിറ്റേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയത് വാങ്ങി അന്ന് കൊടുത്തത് കൊണ്ടാണ് കുറേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതുവഴി കുറേ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവരും കേട്ടല്ലോ, നമ്മുടെ നാടിനോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് ഏത് പാർട്ടി ആണെങ്കിൽ പോലും നമ്മളുടെ നേരെ നമുക്ക് വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ച് നമുക്ക് ഇത്രയും ആക്കി തന്നില്ലേ. അതായത് കുറേ ആൾക്കാർക്ക് ശൈലജ ടീച്ചർ നിപ്പ സമയത്തുള്ളതല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിപ്പൻ്റെ സമയത്ത് മാത്രമല്ല, കോവിഡിൻ്റെ ഫസ്റ്റ് ഘട്ടങ്ങളിലും ശൈലജ ടീച്ചർ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശൈലജ ടീച്ചറെ പ്രവർത്തനം ചെയ്തത് നമ്മളിപ്പോൾ പാർട്ടി വൈസ് നോക്കുകയാണെങ്കിൽ പറയാൻ എനിക്കറിയില്ല. കാരണം പാർട്ടിയിൽ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ശൈലജ ടീച്ചറെ പ്രവർത്തനങ്ങൾ നമ്മളൊരാളല്ല, ഒരുപാട് ആൾക്കാർ കണ്ടതാണ്. അതിനാണ് ടീച്ചർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുക, പോസിറ്റീവ് വശങ്ങൾ അംഗീകരിക്കുക. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഈ കമൻസ് ഞാൻ നേരത്തെ ഇങ്ങനെ ഞാനൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കമൻസിനുള്ള മറുപടിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വരുന്നവരെ ബൈ.